പ്രിയപ്പെട്ട 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ 2023-24 അധ്യയന വർഷത്തിൽ അതായത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതിയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിരിക്കും ഏത് NMMS സ്കോളർഷിപ്പ് എക്സാം. അപ്പോൾ ആ എക്സാം കൃത്യമായിട്ട് എഴുതുകയും പാസ്സാവുകയും ഒപ്പം സ്കോളർഷിപ്പിന് അർഹരാകുകയും ചെയ്തിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണിത്. അതായത് നിങ്ങളുടെ സ്കോളർഷിപ്പ് തുക 48,000 രൂപയുടെ ആദ്യ ഗഡു, അതായത് 12,000 രൂപ, ആ ആദ്യ ഗഡു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറാൻ ആവശ്യമായിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ, അതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് വരുന്നത്, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ്റെ സൈറ്റ് ഏതാണ് എന്നുള്ള ചെറിയ ചെറിയ കുഞ്ഞു ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സൈറ്റ് ഇതാണ്. അതിൻ്റെ സൈറ്റ് അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, തൽക്കാലം നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. HTTPS എന്നൊക്കെ വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് കോപ്പി ചെയ്ത് വെക്കാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് August 31. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, August 31 വെയിറ്റ് ചെയ്യരുത്. മേ ബി അതെന്താവാം, സൈറ്റ് ലാസ്റ്റിലേക്ക് ജാമായി കഴിഞ്ഞാൽ പ്രശ്നമാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ മാക്സിമം അത് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് എന്ത് ചെയ്യാം, വേഗം അക്ഷയയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേയിൽ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ബ്രദേഴ്സോ കസിൻസോ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഈ സൈറ്റിലോട്ട് നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാം. നമ്മുടെ മൊബൈൽ ഫോണിലോ ലാപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ആയിട്ട് നമുക്കും ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഏറ്റവും ഒരു സൗകര്യം എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള അക്ഷയയിലോ അല്ലെങ്കിൽ കഫേയിലോ പോയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ചെയ്യാം. August 31 കാത്തിരിക്കരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ലാസ്റ്റിലേക്ക് മേ ബി സൈറ്റ് ജാമായാൽ പണി പാളും, പൈസൻ്റെ കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, വേഗത്തിൽ അതെന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യണം, ആ ഒരു കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോം കിട്ടും, നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും, ഒരു അപ്ലിക്കേഷൻ ഫോം. ആ ഫോമും അനുബന്ധമായിട്ടുള്ള കുറച്ച് രേഖകളും കാര്യങ്ങളും, നിങ്ങളുടെ ആധാർ കാർഡ്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് അത് ആ ഫോമിൻ്റെ ലാസ്റ്റ് ഉണ്ടാവും. അതിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ആ ഒരു രേഖകൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ ഏത് സ്കൂളിലാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്കൂളിൽ എന്ത് ചെയ്യുക, കറക്റ്റ് അവിടുത്തെ HMനോ അല്ലെങ്കിൽ പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ അതായത് ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനോ ആർക്കെങ്കിലും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഏൽപ്പിക്കുക. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, August 31 ഇസ് ദ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫ്രഷ് ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതേസമയം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും, 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, അതായത് 8ാം ക്ലാസ്സിൽ NMMS സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയുള്ള ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അവരിത് റിന്യൂവലായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം അവരിത് കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഫ്രഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, ഫ്രഷ് റിന്യൂവൽ 2 ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഇതിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കണം, ഫ്രഷ് എന്ന് കൊടുക്കണം. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്, നിങ്ങളുടെ സുഹൃത്തുക്കൾ 10ാം ക്ലാസ്സിലോ +1 ഉണ്ടെങ്കിൽ അവർ റിന്യൂവൽ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് അക്ഷയയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഫ്രഷ് ആണോ റിന്യൂവൽ ആണോ. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ 10ലോ +1 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ അപ്ലൈ ചെയ്യുമ്പോൾ റിന്യൂവൽ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ. അത് എന്താണ് കറക്റ്റ് അവർക്ക് മനസ്സിലാവും. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ കറക്റ്റ് പക്കായിട്ട് ക്ലിയർ ആവും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ എജുപോഡ് എപ്പോഴും ഉണ്ടാവും. സോ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.